താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ആലുവ അർബൻ സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി മൂലം വീട്ടിൽ കയറാതെ പുറത്തിരിക്കേണ്ട അവസ്ഥയിലായി വീട്ടമ്മ. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് എയർപോർട്ട് 11-ാം വാർഡിൽ ആവണങ്കോട് മണിയത്ര കോളനിയിൽ താമസിക്കുന്ന സീന ശശിയാണ് 5 വർഷം മുമ്പ് 5 ലക്ഷം രൂപ ലോണെടുത്ത് പുറത്തിരിക്കേണ്ട അവസ്ഥയിലായത്. മുതലും പലിശയും ഉൾപ്പെടെ ഇപ്പോൾ 7 ലക്ഷം രൂപയായി. അതിൽ 2 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. ഭർത്താവിന് അസുഖം വന്ന് മരണം സംഭവിച്ചതോടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു സീനയ്ക്ക്. ബാങ്കിൽ ലോൺ എടുത്തിരിക്കുന്ന തുക തിരിച്ചടച്ച് ആധാരമെടുത്ത് നടപടികൾ നിർത്തിവെക്കാൻ സുമനസ്സുകളുടെ സഹായം ഉണ്ടാകണമെന്ന് വീട്ടമ്മ അഭ്യർത്ഥിച്ചു. എൻ്റെ പേര് സീന ശശി എന്നാണ്. നെടുമ്പാശ്ശേരിയാണ് എൻ്റെ പഞ്ചായത്ത്. ആവണങ്കോട് താമസിക്കണം. ഞാൻ 11-ാം വാർഡിൽ. ഞാൻ അർബൻ ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ 5 വർഷം മുന്നേ എടുത്തായിരുന്നു. എനിക്ക് 3.5 സെൻറ്റ് സ്ഥലമുള്ളൂ. അതെൻ്റെ വീട് ഇപ്പോൾ ജപ്തിയിലാണ്. ഞാൻ ജപ്തി ചെയ്ത് പുറത്താക്കി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഇവർ ബാങ്കിൽ നിന്ന് വന്ന് ജപ്തി ചെയ്ത് എന്നെ പുറത്താക്കി നിർത്തിയേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കുറച്ച് പൈസ കഴിഞ്ഞ മാസം 30,000 കൊണ്ട് അടച്ച്. എന്നോട് അവർ പറഞ്ഞു 3 ലക്ഷം രൂപ കൊണ്ടുവന്ന് അടയ്ക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ നിവൃത്തിയൊന്നുമില്ല. ചേട്ടന് വേണ്ടി ഞാൻ ഒരുപാട് കാശ് 10 ലക്ഷം രൂപ വരെ ഞാൻ ചേട്ടന് വേണ്ടി ചിലവാക്കി. അതിൻ്റെ ഇടയ്ക്ക് കൂടി എനിക്കും പാടില്ലാണ്ടായി. എല്ലാം കൂടി എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിവൃത്തിയില്ല. ജപ്തി നടപടി മൂലം പുറത്തായ സീനയ്ക്ക് ആശ്വാസവുമായി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബിജു കെ മുണ്ടാടൻ, നിയുക്ത വാർഡ് മെമ്പർ ജോളി റോയ്, സെബി കരുമത്തി എന്നിവർ വീട് സന്ദർശിച്ചു. സഹായത്തിനായി ആലുവ MLA അൻവർ സാദത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് എയർപോർട്ട് 11-ാം വാർഡിൽ ആവണങ്കോട് പ്രദേശത്ത് താമസിക്കുന്ന സീന ശശി ചേച്ചി 5 വർഷം മുമ്പ് ആലുവ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായും ചേച്ചിയുടെ ചികിത്സയ്ക്കായും ലോൺ എടുത്തിരുന്നു. എന്നാൽ ഭർത്താവ് ഇടയ്ക്ക് ഹോസ്പിറ്റലാവുകയും സീരിയസ് ആവുകയും 1 വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് ഈ അടച്ച പൈസ, ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെയായി. ഭർത്താവിൻ്റെയും ചേച്ചിയുടെയും വരുമാനമാർന്ന ഏക വരുമാന മാർഗം. ആ വരുമാന മാർഗം ഈ ലോണിലേക്ക് അടച്ചത് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ലക്ഷം രൂപ എടുത്ത് അതിൽ 2 ലക്ഷം രൂപയോളം പലിശയും മുതലും ഉൾപ്പെടെ അടച്ചു. എന്നാൽ ഇപ്പോൾ ആ ഭർത്താവിൻ്റെ മരണം മൂലം പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ 7 ലക്ഷം രൂപയോളം ഈ കുടിശ്ശികയായി. അത് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പല പ്രാവശ്യം ബാങ്ക് നോട്ടീസ് വിടുകയും, എന്നാൽ ഈ ജീവിത സാഹചര്യം പൈസ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 7 ലക്ഷം രൂപ ബാധ്യത വന്നപ്പോൾ കോടതിയാണ് ഇപ്പോൾ ജപ്തി ചെയ്ത് സീന ശശിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരു സ്ഥലത്തും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ജപ്തി ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സന്മനസ്സുകളുടെ സഹായത്തോടെ ഈ ബാങ്കിൽ നിന്നുള്ള ആധാരം കിട്ടുവാനും സന്മനസ്സുകളായ ആളുകളുടെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.